ആന്ധ്രാപ്രദേശിലെ ചിറ്റൂർ ജില്ലയിൽ കാളഹസ്തിയിലെ സ്വർണമുഖി നദീതീരത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു ക്ഷേത്രം. ദക്ഷിണ കൈലാസം എന്നറിയപ്പെടുന്ന ശ്രീ കാളഹസ്തി ക്ഷേത്രത്തെക്കുറിച്ചാണ് പറയുന്നത്. ശ്രീ ചിലന്തി, കാള, സർപ്പം, ഹസ്തി, ആന എന്നീ 3 ജീവികൾ ഇവിടെ ശിവനെ പ്രാർത്ഥിച്ച് അനുഗ്രഹം നേടി മോക്ഷം പ്രാപിച്ചതിനാലാണ് ക്ഷേത്രത്തിന് ശ്രീകാളഹസ്തി എന്ന പേര് ലഭിച്ചത് എന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. വാനോളം ഉയർന്നു നിൽക്കുന്ന ക്ഷേത്രഗോപുരം ദൂരെ കണ്ടു തുടങ്ങുമ്പോഴേ മറ്റു ചിന്തകൾ മനസ്സിൽ നിന്ന് മാഞ്ഞു തുടങ്ങും. കവാടത്തിനടുത്തെത്തുമ്പോഴേക്കും നമശിവായ മന്ത്രധ്വനികൾ കാതിൽ അലയടിക്കും. അലങ്കരിച്ച ഗോക്കളും കാളകളും ചുറ്റും. അവർക്കിടയിലൂടെ നടന്ന കാളഹസ്തീശ്വര സന്നിധിയിലേക്ക് നീങ്ങുമ്പോൾ എങ്ങും കർപ്പൂരഗന്ധമായിരിക്കും. സ്കന്ദപുരാണത്തിലും ശിവപുരാണത്തിലും കാളഹസ്തിയെക്കുറിച്ച് പരാമർശിച്ചിട്ടുണ്ട്. അർജുനൻ ഇവിടെ എത്തി ശിവഭഗവാനെ പ്രാർത്ഥിച്ചുവെന്ന് സ്കന്ദപുരാണത്തിൽ പറയുന്നുണ്ട്. ക്ഷേത്ര കവാടം കടന്ന് അകത്തെത്തുമ്പോൾ കൊത്തുപണികളാൽ നിറഞ്ഞു നിൽക്കുന്ന ധാരാളം ഗോപുരങ്ങളും കൽമണ്ഡപങ്ങളും നമുക്ക് കാണാൻ സാധിക്കും. ചുറ്റും സർപ്പവിഗ്രഹങ്ങളും നവഗ്രഹ വിഗ്രഹങ്ങളുമാണ്. ഗണപതിയുടെയും മറ്റു ദേവീദേവന്മാരുടെയും അപൂർവ ചിത്രങ്ങൾ വരെ ഇവിടെ കാണാം. ഗോപൂജയ്ക്ക് ഏറെ പ്രാധാന്യമുള്ള ഈ ക്ഷേത്രത്തിനുള്ളിൽ ധാരാളം പശുക്കളും കാളകളും വിഹരിക്കും. ക്ഷേത്രഗോപുരത്തോളം തന്നെ വിസ്മയകരമാണ് കൊടിമരവും. സ്വർണ്ണ കൊടിമരത്തിൽ ആന, ചിലന്തി, സർപ്പം, കണ്ണപ്പസ്വാമി എന്നിവരുടെ കൊത്തുപണികൾ നമുക്ക് കാണാനാകും. കൊടിമരത്തിനോട് ചേർന്ന ഒറ്റക്കല്ലിൽ തീർത്ത മനോഹരമായ ഒരു കരിങ്കൽ സ്തൂപവും കാണാം. കാളഹസ്തിയിലെ ഗോപുരങ്ങൾക്ക് വരെ പ്രത്യേക അഴകാണ്. 100 തൂണുകളുള്ള ക്ഷേത്രത്തിലെ മണ്ഡപവും ക്ഷേത്രത്തിലെ ഉന്നതമായ 3 ഗോപുരങ്ങളും ശില്പകലാ വൈദഗ്ധ്യം വിളിച്ചറിയിക്കുന്നവയാണ്. 5-ാം നൂറ്റാണ്ടിൽ പല്ലവ രാജാക്കന്മാരുടെ കാലത്താണ് ക്ഷേത്രം സ്ഥാപിക്കപ്പെട്ടതെന്ന് പറയപ്പെടുന്നു. 11-ാം നൂറ്റാണ്ടിൽ ചോള രാജാക്കന്മാർ ക്ഷേത്രം പുനർനിർമ്മിച്ചു. 15-ാം നൂറ്റാണ്ടിൽ വിജയനഗര സാമ്രാജ്യത്തിലെ കൃഷ്ണദേവരായരുടെ കാലത്താണ് ക്ഷേത്രം കൂടുതൽ വിപുലീകരിക്കപ്പെട്ടിട്ടുള്ളതെന്നും പറയപ്പെടുന്നുണ്ട്. വായുവിന്റെ രൂപത്തിൽ ശിവനെ ആരാധിക്കുന്ന ക്ഷേത്രമാണിത്. പടിഞ്ഞാറോട്ട് ദർശനം ചെയ്തിരിക്കുന്ന വായുലിംഗമാണ് ഇവിടെ പ്രധാന പ്രതിഷ്ഠ. ശ്വസിക്കുന്ന ശിവലിംഗമാണ് ഇവിടെയുള്ളതെന്ന് പറയപ്പെടുന്നു. ശിവലിംഗത്തിൽ ഒരാനയുടെയും ചുവട്ടിലായി ചിലന്തിയുടെയും പിറകുവശത്തായി ഒരു സർപ്പത്തിന്റെയും രൂപങ്ങൾ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. സ്വയംഭൂവായ ഈ ശിവലിംഗത്തിൽ പൂജാരി പോലും സ്പർശിക്കാറില്ല. അഭിഷേകവും മറ്റും മറ്റൊരു വിഗ്രഹത്തിലാണ്. വായു കടക്കാത്ത ശ്രീകോവിലിൽ ഒരു വിളക്കിന്റെ നാളം എപ്പോഴും ഇളകിക്കൊണ്ടിരിക്കുന്നത് വിസ്മയകരമാണ്. പാർവതി ദേവി, ജ്ഞാനപ്രസന്നാംബികാദേവി എന്നാണ് ഇവിടെ അറിയപ്പെടുന്നത്. ദേവിക്ക് പ്രത്യേക നടയുണ്ട്. പാതാള ഗണപതി, ദക്ഷിണാമൂർത്തി, നടരാജമൂർത്തി, കാശി വിശ്വനാഥൻ, സൂര്യനാരായണൻ, സുബ്രഹ്മണ്യൻ തുടങ്ങിയവരുടെ ക്ഷേത്രവും ഇവിടെയുണ്ട്. ഭക്ത കണ്ണപ്പ ക്ഷേത്രവും മലമുകളിൽ സ്ഥിതി ചെയ്യുന്നു. ക്ഷേത്രത്തിന്റെ വടക്കേ ഗോപുരഭാഗത്തായി പാതാള വിഘ്നേശ്വര ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നു. ഗുഹയ്ക്കുള്ളിൽ 35 അടി താഴ്ചയിലാണ് ഗണപതി വിഗ്രഹം സ്ഥാപിച്ചിരിക്കുന്നത്. ഇടുങ്ങിയ 25ഓളം പടികൾ ഇറങ്ങിച്ചെന്നാൽ ഗണപതിക്കരികിലെത്താം. വിഘ്നേശ്വരനെ തൊഴുതതിനു ശേഷം മാത്രമേ കാളഹസ്തീശ്വരനെ ദർശിക്കാവൂ എന്നാണ് ശാസ്ത്രം. ശനിദശയിലും ശനി, രാഹു, കേതു എന്നിവയുടെ അപഹാരകാലത്തും ഈ ക്ഷേത്രത്തിൽ ദർശനം നടത്തിയാൽ ദോഷശമനം ഉണ്ടാകുമെന്ന് വിശ്വസിക്കപ്പെടുന്നു. രാഹു, കേതു ദോഷപരിഹാര പൂജയാണ് ഇവിടെ പ്രധാനം. 780 രൂപ അടച്ചാൽ രസീതും പൂജയ്ക്ക് ആവശ്യമായ സാധനങ്ങളുമായി പൂജാ മണ്ഡപത്തിലേക്ക് കടക്കാനാകും. ഭക്തർ സ്വയം ചെയ്യുന്ന പൂജയ്ക്ക് മുഖ്യ പുരോഹിതൻ നേതൃത്വം വഹിക്കുന്നുണ്ട്. അദ്ദേഹം ഉരുവിടുന്ന ഓരോ മന്ത്രവും ഏറ്റുചൊല്ലിയാണ് പൂജ നടത്തേണ്ടത്. പൂജ 1 മണിക്കൂർ വരെ നീണ്ടു നിൽക്കും. വ്രതശുദ്ധിയോടെ വേണം പൂജയിൽ പങ്കെടുക്കാൻ. പൂജയ്ക്ക് ശേഷം ശ്രീകാളഹസ്തീശ്വരനെ ദർശിച്ച് നാഗവിഗ്രഹങ്ങൾ ശ്രീകോവിലിന് മുന്നിലുള്ള ഭണ്ഡാരത്തിൽ സമർപ്പിക്കണം. സർപ്പദോഷങ്ങൾ അകലാനും വിശേഷിച്ച് കാളസർപ്പദോഷ ശമനത്തിനും ഈ പൂജ ഉത്തമമാണ്. രാവിലെ 5 മണി മുതൽ രാത്രി 9 മണി വരെ നട തുറക്കും. രാവിലെ 5 മണി മുതൽ രാത്രി 9 മണി വരെ നട തുറന്നു കിടക്കും. ചൊവ്വയും വ്യാഴവുമാണ് പ്രധാന ദിവസങ്ങൾ. 13 ദിവസത്തോളം നീണ്ടു നിൽക്കുന്ന ശിവരാത്രി മഹോത്സവമാണ് പ്രധാന ഉത്സവം. സൂര്യഗ്രഹണ സമയത്തും ചന്ദ്രഗ്രഹണ സമയത്തും ക്ഷേത്രം തുറന്നു തന്നെ കാണും. ട്രെയിനിൽ പോകുന്നവർ റെനിഗുണ്ട സ്റ്റേഷനിൽ ഇറങ്ങണം. സമീപത്തുള്ള ബസ് ഡിപ്പോയിൽ നിന്ന് ബസ് കിട്ടും. ഓട്ടോ, ടാക്സി എന്നിവയും സുലഭം. ചെന്നൈയും തിരുപ്പതിയുമാണ് അടുത്തുള്ള എയർപോർട്ടുകൾ. തിരുപ്പതിയിൽ നിന്ന് 37 കിലോമീറ്റർ മാത്രമേ ദൂരമുള്ളൂ. താമസത്തിനും ഭക്ഷണത്തിനുമൊന്നും ഒരു ബുദ്ധിമുട്ടുമില്ല. ചെറിയ തട്ടുകടകൾ മുതൽ വലിയ റെസ്റ്റോറന്റുകൾ വരെ ചുറ്റുമുണ്ട്.